ഒട്ടും തന്നെ കയ്പില്ലാത്ത എൻ്റെ അമ്മമ്മയുടെ സ്പെഷ്യൽ നാരങ്ങച്ചാറ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാദ്യം തന്നെ നാരങ്ങ തിളച്ച വെള്ളത്തിലിട്ട് വെക്കണം. വെള്ളത്തിലിട്ടുകൊണ്ട് തിളപ്പിക്കുകയല്ല, വെള്ളം തിളപ്പിച്ച് ആ വെള്ളം ഊറ്റിയെടുത്തിട്ട് അതിൽ ഈ ചെറുനാരങ്ങ ആ വെള്ളത്തിൻ്റെ ചൂടാറുന്ന അത്രയും സമയം ഇട്ടിട്ട് നന്നായി തുടച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ ഒരു 11 നാരങ്ങ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലെണ്ണയിലാണ് നമ്മൾ അച്ചാറിടാൻ പോകുന്നത്. അപ്പോൾ ഈ നല്ലെണ്ണ ഒരു ചട്ടിയിൽ ഒഴിച്ച് ചൂടാക്കിയിട്ട് ഈ ചെറുനാരങ്ങ അതിലിട്ടിട്ട് കുറച്ച് സമയം വഴറ്റിയെടുക്കണം. ഈ നാരങ്ങ എന്തിനാ അമ്മ ഇങ്ങനെ ചെയ്യുന്നത്? അത് കയ്പില്ലാതിരിക്കും, എൻ്റെ തൊണ്ടിൻ്റെ കയ്പ് പോകാൻ. ഇറക്കി തൊണ്ട് പതുന്നാവണവരെ ഇളക്കണം. എന്നിട്ട് ആ എണ്ണ ഊറ്റി കളയണം, തുടച്ചെടുക്കണം. എന്നിട്ട് തുടച്ചെടുക്കണം, അല്ലെങ്കിൽ കക്കും. 10-15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയപ്പോഴേക്കും ഇത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. നാരങ്ങയുടെ വലിപ്പ വ്യത്യാസം അനുസരിച്ച് ഈ ടൈമിന് മാറ്റം വരും. ആ നാരങ്ങ നമുക്ക് ആ എണ്ണയിൽ നിന്ന് മാറ്റി ബാക്കിയുള്ള എണ്ണ കളഞ്ഞ ശേഷം ഓരോന്നായിട്ട് എടുത്ത് ആ എണ്ണ നന്നായി തുടച്ച് മാറ്റി വയ്ക്കാം. എല്ലാ നാരങ്ങയും തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഓരോ നാരങ്ങയും 8 പീസുകളായിട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്യുന്ന സമയത്ത് കുരു നീക്കം ചെയ്യാൻ മറക്കരുത്. എന്നിട്ട് ഉപ്പ് തിരുമ്മി മാറ്റി വയ്ക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം അരിഞ്ഞു വയ്ക്കാം. ഈ ഉലുവാപ്പൊടിയും കായംപൊടിയും ചേർക്കണം. അതിന് വേണ്ടിയിട്ട് മുഴുവനുള്ള ഉലുവ ഒന്ന് വെറുതെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കായം, നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ പോകുന്ന എണ്ണയാണ്, അതിന് വേണ്ടി ഒഴിച്ച എണ്ണ. അപ്പോൾ കുറച്ചധികം എണ്ണയുണ്ട്. അതിൽ ഈ കായം ഒന്ന് വറുത്ത് വയ്ക്കുക. മുഴുവൻ കായമാണ്, കായംപൊടിയൊക്കെ നല്ലത് മുഴുവൻ കായമാണ് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് മുഴുവൻ കായം എടുത്ത് നന്നായിട്ട് വറുത്തെടുക്കുക എണ്ണയിൽ. ഇത് പൊടിയാക്കാനുള്ളതാണ്. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും 2 ഉണക്കമുളക് കീറിയിട്ട് കൊടുക്കുക. പുറകെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 5 പച്ചമുളക്, 3 വെളുത്തുള്ളിയുടെ അല്ലി, 2 ഇഞ്ച് നീളമുള്ള ഇഞ്ചി കഷ്ണം, കറിവേപ്പില ഇതെല്ലാം കൂടിയിട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ അച്ചാർ പൊടി ഇത് ചേർത്തിട്ട് നന്നായി മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഏത് വിനാഗിരി ആയാലും കുഴപ്പമില്ല. ഞങ്ങളിപ്പോൾ ഇവിടെ ആപ്പിൾ സിഡർ വിനെഗറാണ് യൂസ് ചെയ്യുന്നത്. അത് ഒരു 2-3 ടേബിൾ സ്പൂൺ വരെ ആയിരിക്കും. അതിട്ട് നന്നായി മൂപ്പിക്കുക. എന്നിട്ട് പുറകെ തന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറുനാരങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും അതുപോലെ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ഉലുവ കായം പൊടി അത് മൊത്തത്തിൽ പൊടിച്ചു വന്നപ്പോൾ 1 ടേബിൾ സ്പൂണോളം ഉണ്ടായിരുന്നു. അതും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒട്ടും കയ്പുണ്ടാവില്ല. നാരങ്ങ നല്ല പഴുത്തായിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ സ്റ്റെപ്സ് കൂടെ ഒന്ന് ഫോളോ ചെയ്യാം.